ഹലോ പ്രിയപ്പെട്ടവരെ, സ്ത്രീകൾ ഇന്ന് ഒരുപാട് സാമ്പത്തിക സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണല്ലേ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സാഹചര്യങ്ങളുണ്ട് സ്ത്രീകൾക്ക് വരുമാനം നേടുവാനായിട്ട്. ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്നത് പോലെ ഒരുപാട് സ്ത്രീകൾ വീട്ടുകാര്യങ്ങൾ നോക്കിക്കൊണ്ട് തന്നെ വരുമാന മാർഗങ്ങൾ തേടുന്നവരുണ്ട്. എന്നാൽ സ്ത്രീകളെ കടക്കണിയിലാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പലരും അത് തിരിച്ചറിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളുടെ ഒരു ശക്തിയായിരുന്നു ചില കൂട്ടായ്മകൾ, അയൽക്കൂട്ടം പോലെയുള്ള കൂട്ടായ്മകളൊക്കെ നല്ലത് തന്നെയാണ്. ഇതിൽ നിന്നൊക്കെ വായ്പ എടുക്കുമല്ലോ. അയൽക്കൂട്ടങ്ങളിലെ വായ്പയ്ക്ക് ചെറിയ രീതിയിലുള്ള പലിശയുള്ളൂ. അത് നമുക്ക് തന്നെ അങ്ങ് അടച്ചു പോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതിലെ അംഗങ്ങൾ മാത്രമാണ് ഇതിന്റെ എല്ലാം ഈ പലിശ അങ്ങ് കൊടുത്താലും അത് തിരിച്ച അംഗങ്ങൾക്ക് തന്നെ വീതിച്ചൊക്കെ എടുക്കാം എന്നുള്ളത് കൊണ്ട് അത് വലിയ ഉപദ്രവമൊന്നുമല്ല. പക്ഷേ ഇതിനെ ഈ അയൽക്കൂട്ടങ്ങളൊക്കെ ആയിട്ട് സ്ത്രീകൾ കുറച്ചുകൂടെ സജീവമായിട്ട് മുന്നോട്ട് സാമ്പത്തികമായിട്ട് ഇച്ചിരി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രൈവറ്റ് ബാങ്കുകൾ, നാഷണലൈസ്ഡ് അല്ലാത്ത RBIയുടെ അംഗീകാരമുള്ള ബാങ്കുകൾ തന്നെയാണ് കുറച്ച് ബാങ്കുകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഇസാഫ്, ഉജ്ജീവൻ തുടങ്ങിയിട്ടുള്ള ബാങ്കുകളൊക്കെ ഈ അയൽക്കൂട്ടങ്ങൾ എങ്ങനെയാണോ സ്ത്രീകൾക്ക് വായ്പകൾ കൊടുക്കുന്നത് ഇതുപോലെ തന്നെ അയൽക്കൂട്ടത്തിലൊക്കെ പെട്ട ആൾക്കാർ, അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ജെന്യൂൻ ആയിട്ടുള്ള വീട്ടമ്മമാരായിരിക്കും. അയൽക്കൂട്ടത്തിൽ നിന്ന് പൈസ എടുക്കുകയും അടയ്ക്കുകയും ചെയ്ത് അവർക്കൊരു എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അവരുടെ ആ ഒരു ശീലത്തെ അവരങ്ങനെ ആ ഒരു ശീലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്വഭാവ രൂപീകരണം പോലെയാവും. നമ്മൾ അടുപ്പിച്ച് ഒരേ കാര്യം തന്നെ കുറേ തവണ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സ്വഭാവമായിട്ട് രൂപീകരിക്കപ്പെടും. നമുക്ക് അതിൽ നിന്ന് ഒരിക്കലും മാറാൻ പറ്റില്ല. അപ്പോൾ അയൽക്കൂട്ടത്തിൽ നിന്ന് വായ്പ എടുക്കുന്നു, തിരിച്ചടയ്ക്കുന്നു, അയൽക്കൂട്ടത്തിൽ നിന്ന് വായ്പ എടുക്കുന്നു, തിരിച്ചടയ്ക്കുന്നു. ഈ വായ്പ എടുക്കുകയും തിരിച്ചടയ്ക്കുകയും ചെയ്യുന്ന ആ നമ്മൾ സ്ത്രീകളുടെ സ്വഭാവത്തെ മുതലെടുക്കുവാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രൈവറ്റ് ബാങ്കുകൾ കാര്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കുറച്ചുകൂടെ പലിശ നിരക്ക് നല്ല രീതിയിൽ കൂടുതലാണ്. എനിക്ക് തോന്നുന്നത് ഒരു 12% മുതൽ 20% വരെയൊക്കെയാണ് ഇതിന്റെ പലിശ നിരക്കുകൾ. SNDPയുടെ കീഴിലുള്ള മൈക്രോ ഫിനാൻസ് ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും സാമ്പത്തിക മുതലെടുപ്പ് തന്നെയാണ് നടത്തുന്നത്. പാവപ്പെട്ട സ്ത്രീകൾ അത് തിരിച്ചറിയുന്നില്ല. ഇത് തിരിച്ചറിഞ്ഞിട്ടും കാര്യമില്ല. വീട്ടിലെ ചില ആവശ്യങ്ങൾ വരുമ്പോൾ എടുത്തു പോകുന്നതാണല്ലേ. സ്കൂൾ തുറക്കുമ്പോൾ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഒക്കെ എന്തെങ്കിലും ഒരു ലോണ് കുടിശ്ശികയൊക്കെ തിരിച്ചടയ്ക്കാനായിട്ട് മിക്കവാറും പേര് ഒരു സാധാരണക്കാര് ഡ്രൈവർ തൊഴിലുകൾ ചെയ്യുന്നതായിരിക്കും, ഡ്രൈവിംഗ് തൊഴിലുകൾ ചെയ്യുന്നവരായിരിക്കും. സ്വന്തമായിട്ട് ഓട്ടോറിക്ഷയിലോ ടാക്സി അതുപോലുള്ള വാഹനങ്ങളൊക്കെ ഉള്ളവരായിരിക്കും. ഇതിന്റെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെ അവർ കണ്ടിരിക്കുന്നത് ഇതുപോലുള്ള സംഘടനകളിൽ നിന്ന് പൈസ എടുക്കാമെന്നാണ്. ഈ ഇങ്ങനെ ലോൺ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കാനുള്ള പൈസ ഭർത്താവ് അല്ലെങ്കിൽ വീട്ടിലുള്ള അംഗങ്ങളൊക്കെ തരികയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഇതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വസ്തുത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ഒരു പ്രാവശ്യം മാത്രമാണ് ഇവർ നമുക്ക് ലോൺ തരുന്നത്. അതായത് ആദ്യമായിട്ട് തരുന്ന ഒരു 20,000 രൂപയൊക്കെയാണ് ഇവർ നമുക്ക് ലോൺ തരുന്നതെങ്കിൽ നമ്മൾ തിരിച്ചതിനെ പലിശ സഹിതം പിന്നെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അടുത്ത പ്രാവശ്യം ലോൺ എമൗണ്ട് കുറച്ച് കൂട്ടിത്തരും, പിന്നെയും നമ്മളിത് പലിശ സഹിതം തിരിച്ചടയ്ക്കണം. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന തുക നമ്മൾ തിരിച്ചടയ്ക്കുന്നുണ്ട്. നമ്മളിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഒരു തവണ മാത്രമാണ് ഇവർ നമുക്ക് ലോൺ തരുന്നത്. അതായത് ഒരു എമർജൻസി ഫണ്ട് പോലെ ഒരു കുറച്ച് എമൗണ്ട് നമ്മൾ കരുതി വെക്കുകയാണെങ്കിൽ ലോൺ എടുക്കാതെ നമുക്ക് ഇത് ഒഴിവാക്കി മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മളൊരു എമർജൻസി ഫണ്ട് പോലെ നമ്മൾ വീട്ടിലുള്ള ഒരു അംഗത്തിന്റെ പേരിൽ കുറച്ച് പൈസ സ്വരൂപിച്ച് വെച്ചിരുന്നാൽ നമ്മളിത് മനസ്സിലാക്കി വേണം മുന്നോട്ട് ജീവിക്കാനായിട്ട്. ഒരു വണ്ടി എടുത്ത് നമ്മളത് അത് ഓടിച്ച് കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരു കുടുംബം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതിനെ എല്ലാ വർഷവും ഒരു ടെസ്റ്റ് വരും, കാര്യങ്ങളൊക്കെ വരും, ഒരു ഫണ്ട് വേണം. അപ്പോൾ നമ്മൾ ഓടിച്ചെന്ന് വായ്പ എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയെങ്കിലും ഒരു എമർജൻസി ഫണ്ട് സ്വരൂപിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പലിശ പുറത്തൊരാൾക്ക് കൊടുക്കാതെ നമുക്ക് തന്നെ എടുക്കാം, അതിനെ ആ ഫണ്ടിനെ വലുതാക്കിക്കൊണ്ട് വരാം എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ ഒരു എമൗണ്ട് സ്വരൂപിച്ച് വെച്ചതിന് ശേഷം ഈ ആവശ്യം നടത്തിയതിന് ശേഷം ഒരു ലോൺ അടയ്ക്കുന്നത് പോലെ തന്നെ തിരിച്ച് ഈ പൈസ വീണ്ടും സ്വരൂപിക്കാൻ നോക്കുക. പലിശ സഹിതം ഈ ഫണ്ട് പിന്നെയും സ്വരൂപിക്കുമ്പോൾ ഈ ഫണ്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു എമർജൻസി ഫണ്ട് നമുക്ക് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരാൻ സാധിക്കണം. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓടിച്ചെന്ന് ഓരോ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വായ്പ എടുക്കുമ്പോൾ ഒരുപാട് പലിശ കൊടുത്ത് നമ്മുടെ ജീവിതം ഇങ്ങനെ പലിശ കൊടുക്കാനും ലോൺ അടയ്ക്കാനും വേണ്ടി മാത്രം ജീവിച്ചു പോകേണ്ട ഒരു സിറ്റുവേഷൻ വരും കേട്ടോ. കാരണം എനിക്ക് ഗൾഫുകാരൻ്റെ ഭാര്യമാര്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ഭാര്യമാര് വരെ ഇതുപോലുള്ള കടക്കണിയിൽ പെട്ടു പോകുന്നുണ്ട്. കുറച്ച് നമ്മൾ മുൻകൂട്ടി ചിന്തിച്ച് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള പലിശ ഒരുപാട് കൊടുത്ത് മറ്റുള്ളവരെ തീറ്റിപ്പോറ്റുന്നത് ഒഴിവാക്കാം അല്ലേ.
അതായത് നമ്മുടെ ചോര നമ്മൾ തന്നെ കുടിച്ച് വളരുന്ന രീതിയിലേക്കാണ് ഈ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പലിശയ്ക്ക് വായ്പ എടുത്ത് കാര്യങ്ങൾ നടത്തുമ്പോൾ സംഭവിക്കുന്നത്. ഒരു എമർജൻസി ആവശ്യങ്ങൾ, ഹോസ്പിറ്റൽ കേസുകൾ, ഒരു അറ്റാക്ക് വന്ന ഒരാളെ കൊണ്ടുപോകുന്നു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഓടിച്ചെന്ന് എടുക്കും. ഞാൻ പറയുന്നത് വലിയ ലോണിന്റെ കാര്യമല്ല കേട്ടോ, നമ്മുടെ ആധാരമൊക്കെ പണയം വെച്ച് നമ്മൾ ലക്ഷങ്ങൾ എടുക്കുന്ന ലോണിന്റെ കാര്യമല്ല. ഇതുപോലുള്ള ചെറുകിട വായ്പാ സംഘങ്ങൾ, വായ്പ തരുന്ന ബാങ്കുകളെല്ലാം നമ്മളെ മുതലെടുക്കുന്നുണ്ട്. ഇവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ചെറിയ ഫണ്ട് ആയതുകൊണ്ട് ഒരു 20,000 രൂപയൊക്കെയാണ് ഇവർ സ്റ്റാർട്ടിങ് നമുക്ക് തരുള്ളൂ. ഈ ഒരു ചെറിയ ഫണ്ട് എന്തുകൊണ്ട് നമുക്ക് സ്വരൂപിച്ച് വെച്ചുകൂടാ? നമ്മൾ സ്വരൂപിച്ച് വെച്ചിട്ട് നമ്മൾ തന്നെ വായ്പ എടുക്കുന്ന രീതിയിൽ എടുത്ത് നമ്മൾ തന്നെ അതിലോട്ട് തിരിച്ചടയ്ക്കുന്ന രീതിയിൽ ഈ ഫണ്ടിനെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നുകൂടാ. കാരണം നമ്മൾ ഒരു പ്രാവശ്യം എടുക്കുന്ന ഈ ഒരു ഫണ്ട് അതിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ പിന്നെ അടച്ച് പിന്നെ ആ ഫണ്ടിനെ വലുതാക്കി എടുത്ത് പിന്നെ അടച്ച് അത് വലുതാക്കുന്നു, പിന്നെ എടുക്കുന്നു, അടച്ച് പിന്നെ നമ്മൾ അത് വലുതാക്കുന്നു. അങ്ങനെ വലുതാക്കിയാൽ തന്നെയാണ് നമ്മൾ ഈ വായ്പ തുടർന്ന് കൊണ്ടുപോകുന്നത്. അത് നമ്മൾ സ്വയം ചെയ്താൽ എന്താണ് എന്നാണ് കേട്ടോ ഞാൻ ചോദിച്ചത്. പലരും സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നടന്നിട്ട് ഇതുപോലുള്ള പലിശയ്ക്ക് എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങൾ നടത്തുന്നത്. അപ്പൊ ആദ്യമേ നമ്മുടെ കയ്യിലൊരു സ്വർണ്ണാഭരണം വിറ്റ് അതിനെ ഒരു എമർജൻസി ഫണ്ട് ആയിട്ടോ വെച്ചിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരുപാട് കടബാധ്യത കുറഞ്ഞ് കിട്ടും എന്നാണ് കേട്ടോ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികൾ കുടുംബജീവിതം തുടങ്ങുമ്പോൾ പല ആവശ്യങ്ങളും അവർ നേരിടേണ്ടി വരില്ല. പുതിയൊരു കുടുംബജീവിതം തുടങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു കുടുംബമാകുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് രൂപീകരിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ നമ്മളൊരു ചെറിയൊരു സ്ഥലം വാങ്ങിച്ചിട്ടൊരു വീട് വയ്ക്കുമായിരിക്കും. ഉടനെ ചിലപ്പോൾ അതൊരു മതിൽ കെട്ടേണ്ടതായിട്ട് വരും. ഓടിച്ചെന്ന് വായ്പ എടുത്ത് ഇത് ചെയ്യുന്നതിന് പകരം നമ്മൾ ഒന്ന് ചിന്തിക്കുക. ഒരു എമർജൻസി ഫണ്ട് നമ്മൾ റെഡിയാക്കിയിട്ട് അതിൽ നിന്ന് വായ്പ എടുക്കുന്നത് പോലെ നമ്മൾ എടുത്ത് കാര്യങ്ങൾ നടത്തിയതിനു ശേഷം അത് വായ്പ തിരിച്ചടയ്ക്കുന്നത് പോലെ പിന്നെയും ആ ഫണ്ട് സ്വരൂപിച്ച് പിന്നെ അതിൽ നിന്ന് എടുക്കാൻ നോക്കുക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിനെ ഒരു ജീവിത പാഠമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് സാമ്പത്തികമായിട്ട് നമ്മൾ പിന്നോക്കം പോകാതെ അല്ലെങ്കിൽ നമ്മൾ പണിയെടുക്കുന്ന കാശ് കൊണ്ട് മറ്റുള്ളവരെ തീറ്റിപ്പോറ്റാതെ എങ്ങനെ നല്ല സാമ്പത്തിക ഭദ്രത കൈവരിക്കാമെന്ന് ഓരോ ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികൾ പഠിച്ചു പോരണം കേട്ടോ. അപ്പോൾ കുടുംബജീവിതം തുടങ്ങിയിരിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള സ്ത്രീകള് ഇതുപോലെ കടക്കെണിയിലൊന്നും വീഴാതെ ബുദ്ധിപൂർവം സാമ്പത്തികം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.